ഹായ്, വെൽക്കം ബാക്ക് ടു ട്രാവൻകൂർ ഗാർഡൻസ്. ഞാൻ അഞ്ജന കൃഷ്ണൻ. അപ്പോൾ ഇന്ന് വന്നേക്കുന്ന ഒരു അടിപൊളി ഡാലിയയുടെ തോട്ടവുമായിട്ടാണ്. പൂങ്കാവനം തന്നെ പറയാം. കണ്ണെത്താ ദൂരത്ത് ഇങ്ങനെ പടർന്ന് നിൽക്കുന്ന ഡാലിയയുടെ പൂക്കളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഞങ്ങൾ ഇന്നലെ റോസ് തേടിയുള്ള യാത്രയ്ക്കിടയിൽ യാദൃച്ഛികമായിട്ട് കണ്ടതാണ്. അപ്പോൾ ഈ ഒരു കാഴ്ച എൻ്റെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിനും കൂടെ കാണിച്ചു തരണമെന്ന് എനിക്ക് തോന്നി. കാരണം നിങ്ങൾക്ക് റോസിൻ്റെ വീഡിയോസ് പോലെ തന്നെ ഇതുപോലത്തുള്ള കാഴ്ചകൾ കാണാനായിട്ട് നിങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് എൻ്റെ കമൻസിലും പിന്നെ വാട്സപ്പിലും ഒക്കെ നിങ്ങൾ വന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഞാൻ കാണുന്നത് എന്തും നിങ്ങൾക്ക് കൂടെ ഷെയർ ചെയ്ത് തരാമെന്ന് എനിക്ക് തോന്നി. അങ്ങനെയാണ് ഈ കുഞ്ഞൻ ഡാലിയ കൂട്ടത്തിനെ നിങ്ങൾക്ക് കൂടെ ഷെയർ ചെയ്യുന്നത്. എന്ത് അടിപൊളിയാണെന്നറിയോ, ഇത് തമിഴ്നാട്ടിലാണ്. നമ്മുടെ റോസ് കളക്ട് ചെയ്യാൻ പോകുന്ന വഴിയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ. കണ്ണെത്താ ദൂരത്ത് ഇങ്ങനെ പല പല കളേഴ്സിൽ ഇഷ്ടം പോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. രാവിലെ തന്നെ കണ്ണിന് കുളിർമയേകുന്ന ഒരു കാഴ്ച കണ്ടപ്പോൾ ഇന്നത്തേക്കുള്ള സന്തോഷത്തിനുള്ള വകയെല്ലാം ഇവിടെ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്. കാരണം അത്രമാത്രം ഓരോ പൂക്കളും വളരെ അട്രാക്റ്റീവാണ്. ഞാനിവിടെ ഏകദേശം ഒരു മണിക്കൂറിൽ കൂടുതൽ ഞാൻ ഈ ഒരു പാടത്ത് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. കാരണം എനിക്ക് അവിടെ നിന്ന് ഇറങ്ങി വരാനായിട്ട് തോന്നിയിട്ടില്ല. പ്ലാൻസൊക്കെ എടുക്കുന്നതൊക്കെ കുറച്ച് നേരം മാറ്റി വെച്ചിട്ട് ഇതിൻ്റെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് കരുതി. അത്രമാത്രം രസമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും തേരാ പാര നടന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു. എന്നിട്ടും വരാൻ തോന്നിയില്ല. എന്നിട്ട് പിന്നെ നിൽക്കാൻ പറ്റില്ലല്ലോ നമുക്ക് ഒരുപാട് ടൈം അവിടെ. അങ്ങനെ പോരേണ്ടി വന്നു. ഇഷ്ടംപോലെ കളേഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇതേപോലത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും. നിങ്ങൾ തമിഴ്നാട്ടിലോട്ടൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ഫാമും കാര്യങ്ങളും കാണുവാണെങ്കിൽ ജസ്റ്റ് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. എല്ലാവർക്കും ചിലപ്പോൾ അതിന് മനസ്സുണ്ടാവണമെന്നില്ല. കാരണം നമുക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്ന കാര്യങ്ങൾക്കായിരിക്കും നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്നത്. അതായത് നമ്മുടെ പ്ലാൻസൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവർക്കാണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ടും മനസ്സറിഞ്ഞ് സന്തോഷിക്കാനായിട്ട് കഴിയും. ചിലപ്പോൾ പ്ലാൻസ് ഒന്നും അധികം അറ്റാച്ച്ഡ് അല്ലാത്തൊരാളാണെന്നുണ്ടെങ്കിൽ പൂക്കളല്ലേ ഇതിലെന്താ കാണാനിരിക്കുന്നതെന്ന് തോന്നും. അങ്ങനെ വരാറുണ്ട് ആൾക്കാർ പലവിധമല്ലേ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കാഴ്ചയെന്നൊക്കെ പറയുന്നത് എനിക്ക് എത്രമാത്രം സന്തോഷമാണ് തരുന്നതെന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സും ചെടികളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരായതുകൊണ്ട് എൻ്റെ ചാനൽ കൂടുതലും വാച്ച് ചെയ്യുന്നത് ചെടി പ്രേമികളായതുകൊണ്ട് നിങ്ങൾക്ക് കൂടെ ഈ ഒരു കാഴ്ച ഷെയർ ചെയ്ത് തരണമെന്ന് എനിക്ക് തോന്നി. കാരണം ഞാൻ മുമ്പും ഇതേപോലത്തെ വീഡിയോസ് അപ്ലോഡ് ചെയ്തപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു നമുക്ക് ഡയറക്റ്റായിട്ട് കാണാൻ പറ്റത്തില്ല, അപ്പോൾ വീഡിയോ കാണിച്ചു തന്നതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും ഇതുപോലത്തെ കാഴ്ചകൾ കാണുമ്പോൾ ഞാൻ ഇതിലോട്ട് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾ വീഡിയോസ് കാണുന്നവർ ലൈക്ക് ചെയ്യുക കേട്ടോ. ലൈക്ക് ചെയ്താൽ മാത്രമേ കൂടുതൽ ആളിലേക്ക് വീഡിയോ എത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ഈ ഒരു ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് എനിക്ക് കിട്ടുന്നൊരു പ്രചോദനം. നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടും കമൻറ്റും ലൈക്കും ഒക്കെയാണ് പുതിയ പുതിയ വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് എനിക്ക് പ്രചോദനം നൽകുന്നത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. നിങ്ങളെന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇതുപോലത്തെ പുതിയ പുതിയ കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇനിയും നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. പിന്നെന്താ പറയുക, പിന്നെ നമ്മൾ ഡാലിയനെ കുറിച്ചിട്ട് കുറച്ച് പേർക്കൊക്കെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. കേരളത്തിൽ ഇടുക്കി വയനാട് ലൊക്കേഷൻസിൽ മാത്രമേ നമ്മുടെ ഡാലിയ പൂക്കൾ ഉണ്ടാവൂ എന്നുള്ളത്. അങ്ങനെയൊന്നുമില്ല കേട്ടോ. നമുക്ക് എല്ലാ ക്ലൈമറ്റിലും ഡാലിയ പൂക്കൾ ഉണ്ടാവും. കാരണം ഞാനത് എടുത്തു പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലും പറയുന്നത് ഈ ഒരു 2 ലൊക്കേഷനിലെ ഡാലിയ പൂക്കൾ ഉണ്ടാവുള്ളൂ എന്ന് പറയാറുണ്ട്. പക്ഷെ അങ്ങനെയല്ല. ഞാൻ ഈ നിൽക്കുന്ന തമിഴ്നാട് എന്ന് പറയുന്നത് മഴ അധികം ലഭിക്കാത്തൊരു ലൊക്കേഷനിലാണ്. മഴയില്ല. കാരണം ഇവിടുത്തെ വീടുകളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ അറിയാൻ പറ്റും ഇവിടെ മഴ വളരെ കുറവാണ്. അത് മാത്രമല്ല, മഴ കുറവ് എന്നുള്ളത് മാത്രമല്ല, തണുത്ത ക്ലൈമറ്റും അല്ല, നല്ല ഹോട്ട് ക്ലൈമറ്റാണ്. ഇവിടേക്ക് ഒരു ഉച്ച സമയത്തൊന്നും നിൽക്കാൻ പറ്റത്തില്ല. അത്രമാത്രം ചൂടുള്ള ക്ലൈമറ്റാണ് ഇവിടെ. നമ്മുടെ കേരളം ട്രിവാൻഡ്രം ലൊക്കേഷൻ എങ്ങനെയാണോ അതേ സെയിം തന്നെയാണ് എനിക്കിവിടെയും ഫീൽ ചെയ്തിട്ടുള്ളത്. അത്രയും ചൂടുള്ള ക്ലൈമറ്റിൽ ഈ ഒരു സംഭവം ഇത്രയും ഗ്രോത്തും ഹെൽത്തി ആയിട്ട് നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ നമ്മുടെ ലൊക്കേഷനിലും ഈ ഒരു സംഭവം വളരെ അടിപൊളിയായിട്ട് തന്നെ വളരും. ഹെൽത്തി ആയിട്ട് തന്നെ വളരും. കാരണം ഇത് വളർത്തുന്നവരുണ്ടാവും. നമ്മുടെ ഈ ഒരു 2 ലൊക്കേഷനും ഒഴികെ ഈ ഡാലിയ പൂക്കൾ വളർത്തുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് ഇതിൽ ഉറപ്പായിട്ടും ഷെയർ ചെയ്യുക. നിങ്ങളുടെ ലൊക്കേഷൻ ഏതാണെന്നും കൂടെ ഉള്ളത്, നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ് ഏതാണെന്നും കൂടെ ഉള്ളത് നിങ്ങൾ കമൻസിൽ മെൻഷൻ ചെയ്യുക കേട്ടോ. ഇപ്പോൾ വേറൊന്നുമില്ല, ഞാനിപ്പോൾ കൊല്ലം ഡിസ്ട്രിക്റ്റിലാണ് ഞാനിത് വളർത്തുന്നുണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾ ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുതുതായിട്ടൊക്കെ വീഡിയോ കാണുന്നവരുണ്ടാവും. ഡാലിയ പൂക്കളൊക്കെ വളർത്താൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും. അവരുടെ മനസ്സിൽ ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവും. നമ്മുടെ ലൊക്കേഷൻസിൽ
വളരത്തില്ല എന്നുള്ളത്. അപ്പം നിങ്ങൾ അങ്ങനെ ഒരു കമൻറ്റ് ഇടുമ്പോൾ അവർക്കും അതൊരു പ്രചോദനമാവും പുതിയ ഡാലിയ പൂക്കൾ മേടിച്ച് വെക്കാനും അവരുടെ ഗാർഡനിൽ സുന്ദരിയായിട്ട് ഈ ഡാലിയ പൂക്കൾ നിൽക്കാനും നിങ്ങൾ കാരണം ഒരു കമൻറ്റ് കാരണം അവർക്കൊരു ഹെൽപ്പ് ആവുകയാണെന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ. പിന്നെ നമ്മൾ അറിയാമല്ലോ, നമുക്ക് പ്ലാന്റ്സൊക്കെ വളർത്തുമ്പോൾ ഓരോ പ്ലാന്റിനും ഓരോ രീതിയാണ് വരുന്നത്. കെയറിങ് ഡിഫറെൻ്റ് ആണ്. ഇപ്പം നമുക്ക് ഒരു മരം വളർത്തുന്നത് പോലെ കൊണ്ടുവന്ന് ഒരിക്കലും നമുക്ക് ഈ ഒരു ഡാലിയ വയ്ക്കാൻ പറ്റില്ല. അതിൻ്റേതായ പ്രിപ്പറേഷൻസും കാര്യങ്ങളുണ്ട്. പോട്ടി മിക്സിൽ കുറച്ച് വ്യത്യസ്തമുണ്ട്. പോട്ടി മിക്സ് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ തണ്ട് ശ്രദ്ധിച്ചാൽ അറിയാം വെള്ളത്തിൻ്റെ അംശം കൂടുതലാണ്. അങ്ങനെയുള്ള ചെടികൾക്ക് നമുക്ക് ഒരിക്കലും നമ്മുടെ പ്ലാന്റ്സിന് ഒരുപാട് വെള്ളം കൊടുക്കേണ്ടതില്ല. അങ്ങനെയൊക്കെ വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ തണ്ട് ചീഞ്ഞു പോകും. നമ്മുടെ മൂട് ഭാഗം വെച്ചിട്ട് അഴുകി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ടിപ്സ് ഫോളോ അപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ നല്ല പൂക്കൾ തരുന്ന ചെടികളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഗാർഡനിൽ വെക്കാം. ഇതിൽ ഏറ്റവും സന്തോഷം തന്ന കാഴ്ചയാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തേനീച്ച വന്നിട്ട് തേൻ കുടിക്കുന്നതാണ്. ആ ഒരു പൂവിൻ്റെ ഭംഗിയും ആ ഒരു തേനീച്ചയും ഇതൊക്കെ ഒരു എന്താ പറയുക, എനിക്ക് ഭയങ്കര ഒരു കുളിർമയേകുന്നൊരു കാഴ്ചയായിരുന്നു. നിങ്ങൾക്കും അതുപോലെ തന്നെ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലത്തെ വീഡിയോസ് ഇനിയും ഞാൻ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. പിന്നെ എന്താ പറയുക, നമുക്കിതിൻ്റെ തൈകൾ ഇപ്പം സെയിലിന് റെഡി ആയിട്ടുണ്ട്. വളരെ കുറച്ച് തൈകൾ മാത്രമേ നമുക്കിപ്പോൾ സെയിലിനായിട്ടുള്ളൂ. അപ്പോൾ സെയിലിന് ഏതൊക്കെ കളേഴ്സാണ് ഉള്ളതെന്നുള്ളത് ഞാനൊരു വീഡിയോ ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നമുക്കിതിൻ്റെ തൈകൾ ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ്. ഇതിൻ്റെ സ്റ്റെമ്മ് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ തൈകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. കൂടുതലും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നത് ജിഫി ബാഗിലോ ഇല്ലാന്നുണ്ടെങ്കിൽ മണലിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ തൈകൾ വളരെ പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും. പിന്നെ ഞാൻ ഞങ്ങൾക്കൊരു വേറൊരു കാഴ്ച കാണിച്ചിട്ടോ. ഈ പൂക്കളൊക്കെ എന്താണ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇവിടുന്ന് പൂവ് അവർ മാറ്റിയിട്ടേക്കുന്നതാണ് കേട്ടോ. ഇതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് അവർക്ക് സെയിൽ തന്നെയാണ്, പൂക്കൾ സെയിൽ ചെയ്യാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ഒരു ജമന്തി ചെടിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ സെയിം തന്നെയാണ് അവർ കട്ട് ഫ്ലവേഴ്സ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഹാരം ഉണ്ടാക്കാനും മറ്റ് ഡെക്കറേഷൻ വർക്കിനൊക്കെയാണ് ഈ ഒരു പൂക്കൾ യൂസ് ചെയ്യാമെന്നുള്ളതാണ് നമ്മളിവിടുത്തെ ഓണറിനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നിറയെ കളേഴ്സാണ്, കുഞ്ഞു പൂക്കളാണ്, കാണാൻ തന്നെ എന്ത് രസമാണെന്നറിയാം. ഇത് അവർ ഇന്നത്തെ വിളവെടുപ്പ് കഴിഞ്ഞിട്ട് നിർത്തിയേക്കുന്നതാണ് കേട്ടോ. ഇതിൻ്റെ ഇപ്പോൾ ഈവനിങ് ഒക്കെ ആകുമ്പോൾ വാനും പിക്കപ്പൊക്കെ വന്നിട്ട് പൂക്കളെല്ലാം കളക്ട് ചെയ്തിട്ട് പോവും. അവരുടെ ഒരു വരുമാന മാർഗം. പക്ഷെ ഞാൻ എന്താ പറയുക, ഇവിടെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ വിസിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഈ ഒരു ഡാലിയയുടെ പാടം ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. ഏകദേശം ഇപ്പം കുറച്ച് നാളായിട്ടേ ഉള്ളൂ. ഞാൻ കഴിഞ്ഞ തവണ അതിനു മുമ്പത്തെ തവണ വന്നപ്പോഴത്തേക്കും ചെറിയ തൈകൾ വെച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഫസ്റ്റ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത്, നമ്മളിങ്ങനെ റോഡിൽ കൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ വിചാരിച്ചത് ജമന്തി ആയിരിക്കും അവർ വെക്കാമെന്നൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ തവണ വന്നപ്പോഴും പൂക്കളുണ്ടായിരുന്നു. ഇപ്രാവശ്യമാണ് എനിക്ക് ഫാം വിസിറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നത്. ഇതുപോലെയാണ് കേട്ടോ അവർ വെച്ചേക്കുന്നത്. നല്ല രസമാണ് കാണാനായിട്ട്. നമ്മുടെ പൂക്കളുടെ ഒരു പൂപ്പാടം എന്ന് തന്നെ പറയാം. ഞാൻ കൂടുതലായിട്ടും ജമന്തി ചെടിയാണ് കണ്ടിട്ടുള്ളത്. നമ്മുടെ ക്രിസാന്തിമമാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. ഇഷ്ടംപോലെ ഉണ്ട് ക്രിസാന്തിമത്തിൻ്റെ 3 കളേഴ്സും നിറയെ ഇവരിവിടെ കൃഷി ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഈ ഒരു ഡാലിയ കണ്ടപ്പോൾ കുറച്ച് വ്യത്യസ്തമായിട്ട് തോന്നി. ഇവിടെ അധികം ഒന്നുമില്ല, ആകെ ഈ ഒരു പാടം മാത്രമേ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. നിറയെ കളേഴ്സൊക്കെ വെച്ചിട്ടൊരു നമ്മൾ അതിനകത്തോട്ട് കയറി കഴിയുമ്പോൾ ഇതുപോലെയാണ് നമുക്ക് കാണാൻ കഴിയുക. വ്യത്യസ്തമായ കളറുകൾ ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗി നമുക്ക് കാണാനായിട്ട് കഴിയും. ഇതുപോലത്തെ കാഴ്ചകൾ ഇനിയും നിങ്ങൾക്ക് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. കൊടുക്കുമ്പോഴത്തേക്കും ഞാൻ ഫ്യൂച്ചേഴ്സിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. നിങ്ങൾക്ക് ചാനലിലൂടെ വീഡിയോസ് കാണാനായിട്ട് പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക്